സോ ബാർസലോണ ഇന്നലെ തോറ്റ് പുറത്തായി. സോ ബാർസലോണയുടെ ബിഗ്ഗസ്റ്റ് റൈവൽ റയൽ മാഡ്രിഡ് ഇന്ന് സിറ്റിക്ക് അഗെയിൻസ്റ്റ് എത്തിഹാഡിൽ ഇറങ്ങുകയാണ്. അവശേഷിക്കുന്ന ഒരേ ഒരു ലലീഗ ടീം ഇൻ ചാമ്പ്യൻസ് ലീഗ് എന്നൊരു ക്രൂഷ്യൽ മത്സരമാണ്. അപ്പുറത്ത് ആർസണൽ അലിയാൻസ് അറീനയിൽ ബയണിനെ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുക സിറ്റി വേഴ്സസ് റയലിനാൽ എത്തിഹാഡിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഒരു 3-3 ഒരു അഡ്വാൻറ്റേജ് ഒരു ടീമിനില്ല. 3-3 എന്ന് പറയുന്ന ഒരു ഈക്വൽ സ്കോർ ലൈനിലാണ് എത്തിഹാഡിലോട്ട് വരുന്നത്. പക്ഷേ നമുക്കറിയാം എത്തിഹാഡ് റയൽ മാഡ്രിഡിൻ്റെ എപ്പോഴും ഒരു ഫോർട്രസ് അല്ല. അവിടെ വന്ന് ഇവന്തോ അവർ കംബാക്ക് ഒക്കെ അടിച്ച ആ ഒരു സീസണിലും ബെർണബേയിലാണ് തിരിച്ചു വന്നത്. ബട്ട് എത്തിഹാഡ് വന്നൊരു 5-4 തോൽവിയാണ് വഴങ്ങിയത്. അതിനുശേഷം ലാസ്റ്റ് 2 വർഷമായിട്ട് ഒരു അടുപ്പിച്ച് മുട്ടുന്നുണ്ട്. ഒരു തേർഡ് ഇയറിൻ്റെ റോയാണ് 5-4 2021-22 2022-23 4-0 ഒരു അല്പം നാണം കെട്ട ഒരു തോൽവി തന്നെയായിരുന്നു. ഒരു റയലിൻ്റെ ശരിക്കും തന്നെ റയലിന് സിറ്റിയുടെ ലാസ്റ്റ് സീസൺ കിട്ടി. ആൻഡ് ഈ സീസണിലോട്ട് വരുമ്പോൾ കമ്പയർഡ് ടു ലാസ്റ്റ് സീസൺ സിറ്റി കുറച്ച് വൾണറബിൾ ആണെന്ന് പറയാം. പക്ഷേ അവരിപ്പം നമുക്കറിയാം ലാസ്റ്റ് ഫ്യൂ ഗെയിംസ് ആയിട്ട് സിറ്റിയുടെ പെർഫോമൻസ് നമ്മൾ കാണുന്നു. റയൽ മാഡ്രിഡ് ലാസ്റ്റ് സീസണോട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെഗിലെ പ്രോബബ്ലി ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഒക്കെ റയലിന് കോൺഫിഡൻസ് കൊടുക്കുന്നതാണ്. മേ ബി ഫസ്റ്റ് ഹാഫിലൊക്കെ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഒരു ലീഡായിട്ട് ഇന്നത്തെ മത്സരത്തിലോട്ട് എത്തിഹാഡിലോട്ട് വരായിരുന്നു. പക്ഷേ കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സിറ്റി തിരിച്ചു വന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഇപ്പം ബാർസലോണയ്ക്ക് ഇന്നലെ കാണിച്ച ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചാൽ അവർ കുറച്ച് സിറ്റ് ബാക്ക് ചെയ്തു. ടൈറ്റ് ആക്കിയിട്ട് കൗണ്ടറിൽ പണി കൊടുക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു റയൽ മാഡ്രിഡ് ഇരുന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ തിരിച്ച് പണി കൊടുത്തു. അങ്ങനെ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പം കെവിൻ ഡിബ്രൂനെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ കെവിൻ ഡിബ്രൂന, റോഡ്രി ആൻഡ് ഫോഡൻ ആയിരിക്കും മിഡ്ഫീൽഡ് 3, ബെർണാഡോ സിൽവ, ഹാളൻ ആൻഡ് ജാക്ക് റീലിഷ് ആയിരിക്കും ഫ്രണ്ട് 3-4 സിറ്റി എന്നാണ് പറയുന്നത്. അപ്പുറത്ത് ഡിഫൻസിലാണ് ഒരു ഇതുള്ളത്. കായ് വോക്കറിനെ പുള്ളി ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആക്കെ ഫിറ്റല്ല സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേൾക്കുന്നു. കായ് വോക്കർ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മേ ബി ഫസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ടു റോഡ്രിഗോനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വിനീഷ്യസിനെ കൂടുതലും സെൻട്രൽ ഏരിയാസിലോട്ടും ഒക്കെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ചില സമയത്ത് രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയി. ആൻഡ് കായ് വോക്കറിൻ്റെ പ്രസൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രൂഷ്യലായിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് ലെഗിൽ ആ ഒരു റോഡ്രിഗോ ഗോളിലൊക്കെ കണ്ടാണ് ഒരു പേസ് ഇല്ലാത്ത ഡിഫൻഡർ വന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ. സോ എനിക്കൊന്ന് കായ് വോക്കർ ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ കായ് വോക്കർ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോൺസ് ഉറപ്പായിട്ടും വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ തിങ്ക് ഗോർഡിയോട് സ്റ്റാർട്ട് ചെയ്യും. അക്കാഞ്ചിനെ പിടിച്ചുള്ളി ലെഫ്റ്റിൽ ഇടുമെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് ഗോർഡിയോട് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഒരു സെൻറ്റർ ബാക്ക് റൂബൻ ഡിയാസ് ആയിരിക്കോ അക്കാഞ്ചി ആയിരിക്കും എന്നുള്ള ചോദ്യമാണ് വരുന്നത്. പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ അക്കാഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം വിനീഷ്യസ് ജൂനിയർ സെൻട്രൽ ഏരിയാസിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് കുറച്ച് പേസ് ഉള്ള ഒരു ഡിഫൻഡർ ഉണ്ടെങ്കിൽ റൂബൻ ഡിയാസിനെക്കാളും പ്രോബബ്ലി അഗെയിൻസ്റ്റ് വിനീഷ്യസ് ജൂനിയർ അക്കാഞ്ചി വേഴ്സസ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ വിനീസ് സെൻട്രൽ ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് അക്കാഞ്ചി മൈറ്റ് ബി ബെറ്റർ എന്ന് തോന്നുന്നു ദാൻ റൂബൻ ഡിയാസ്. പക്ഷേ അറിയത്തില്ല എന്താവുമെന്ന്. മിക്കവാറും പുള്ളി റൂബൻ ഡിയാസിനെ സ്റ്റാർട്ട് ചെയ്യുക അക്കാഞ്ചിയെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാം. ദാറ്റ്സ് പെപ്സ് കോൾ പെപ്പ്. പൊതുവെ നമുക്കറിയത്തില്ല പെപ്പ് എന്ത് എടുക്കും. അതിൻ്റെ എഡർസൺ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഗെയിം എഡർസൺ ആയിരുന്നു ലീഗിൽ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ഒട്ടേക ആയിരിക്കത്തില്ല, എഡർസൺ ആയിരിക്കും മിക്കവാറും ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പുറത്ത് റയൽ മാഡ്രിഡിൻ്റെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയലിൽ ചൗമനിയില്ല, അതൊരു ബിഗ് അടിയാണ്, നല്ല അടിയാണ്. ആൻഡ് ഇന്നത്തെ മാച്ച് മിലിറ്റാവോ സ്റ്റാർട്ട് ചെയ്യുമോ നാച്ചോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നാണ്. നാച്ചോയുടെ ദിവസമാണെങ്കിൽ അന്യായമായിരിക്കും. പക്ഷേ നാച്ചോയുടെ ദിവസം അല്ലെങ്കിൽ ആകപ്പാടെ റയൽ മാഡ്രിഡിന് തലവേദനയാവും. അതല്ല മിലിറ്റാവോ ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുക. മിലിറ്റാവോ ലാസ്റ്റ് ലീഗ് മാച്ചിലും മറ്റും എല്ലാം ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയിരുന്നു. സോ മിലിറ്റാവോ ഫിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ ഐ തിങ്ക് റുഡിഗറിനൊപ്പം മിലിറ്റാവോനെ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിൽ റിസ്ക് എടുത്ത് ഇപ്പോൾ ഈ വർഷം ഒരു മാച്ച് ഫിറ്റ് പ്രോബ്ലി ഒരു ഫുൾ ഐസർ ഇഞ്ചറി ആണെങ്കിൽ ഒരു ഫുൾ സീസൺ പുറത്തിരുന്ന ഒരു പ്ലെയർ എന്തായാലും കുറച്ച് ഷെയ്ക്കി ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും നാച്ചോനെ പുള്ളി സെൻട്രൽ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതോ റിസ്ക് എടുത്ത് മിലിറ്റാവോനെ ഇറക്കുമെന്ന് അറിയത്തില്ല. ബട്ട് നാച്ചോനെ സ്റ്റാർട്ട് ചെയ്യും. മെൻഡി വിൽ ബി ലെഫ്റ്റ് ബാക്ക്, കർവഹാൾ റൈറ്റ് ബാക്ക്, മിഡ്ഫീൽഡിൽ കമോവിംഗ വരും എന്തായാലും. കമോവിംഗ, ക്രൂസ്, എനിക്കൊന്ന് മോഡ്രിച്ചിനെ സ്റ്റാർട്ട് ചെയ്തില്ല. മോഡ്രിച്ച് ഓഫ് ദ ബെഞ്ച് ആയിരിക്കും വരിക. ക്രൂസ് ആയിരിക്കും സ്റ്റാർട്ടർ. ആൻഡ് വാൽവറുടെ ബെല്ലിംഗം, കൂടാതെ ഫ്രണ്ടിൽ റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ. അപ്പടെ കമോവിംഗയും നാച്ചോയും ആയിരിക്കും ഒരു ചേഞ്ച് ആയിട്ട്. കമോവിംഗ ലാസ്റ്റ് മാച്ചിലും ഉണ്ടായിരുന്നു. സോ അപ്പാടെ ഒരു ചേഞ്ച് ചൗമിനിയുടെ സ്ഥാനത്ത് നാച്ചോ വരുമെന്നായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് ഞാനിപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് ലെഗിലെ പോലെ റയൽ മാഡ്രിഡ് ഫ്രണ്ട് ഫുട്ടിൽ എത്തിഹാടി വന്ന് കളിച്ചാൽ സിറ്റിനെ വൾണറബിൾ ആക്കാം. പറ്റത്തില്ല എന്നല്ല, വൾണറബിൾ ആക്കാം. ഓൺ പേപ്പർ സിറ്റിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് എങ്കിലും, ഒരു ചെറിയൊരു ഫേവറേറ്റ് എങ്കിലും ഇപ്പോൾ എത്തിഹാടി വന്ന് സിറ്റിക്ക് പണി കൊടുക്കാനായിട്ട് പറ്റുന്ന നമ്പർ 1 ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റയൽ മാഡ്രിഡ് അല്ലേ. സോ എന്തും സംഭവിക്കാം ഇന്നത്തെ മാച്ചിൽ. ഐ തിങ്ക് ടോണി ക്രൂസിനെ ഇന്ന് ഗെയിമിൽ ഇൻവോൾവ് ആക്കണം മാക്സിമം. ടോണി ക്രൂസ് കഴിഞ്ഞ ലെഗിലെ പോലെയൊക്കെ നമ്മൾ നോക്കാനായിട്ട് സെക്കൻഡ് ഹാഫൊക്കെ കംപ്ലീറ്റ്ലി നള്ളിഫൈ പോലെ ആവാൻ പാടില്ല. ഗെയിമിൽ ഇൻവോൾവ് ആണ്. ആൻഡ് വാൽവറുടെ ലാസ്റ്റ് ഗെയിമിൽ ചോദിച്ച് 90 മിനിറ്റ്സ് ലീഗിൽ കളിച്ചിരുന്നു. ആൾക്കാണെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ റിതത്തിലോട്ട് എത്താനായിട്ട്. സോ വാൽവറുടെ ലാസ്റ്റ് ഗെയിമിലേക്ക് ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. റയൽ മാഡ്രിഡിന് എന്തും പറ്റും.
അപ്പുറത്ത് സിറ്റിയുടെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം റയലിലെ ബെല്ലിംഗമിൻ്റെ കാര്യം കൂടെ പറയണം. ബെല്ലിംഗം ഫസ്റ്റ് ലെഗിൽ ഒട്ടും ഇമ്പ്രസീവ് അല്ലായിരുന്നു. സോ സെക്കൻഡ് ലെഗിൽ ആൾ സെറ്റാവും തോന്നുന്നു. റോഡ്രിഗോ ആയിരുന്നു ലാസ്റ്റ് ഗെയിമിന് വന്നത് മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ. റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ ആൻഡ് ബെല്ലിംഗം ആൻഡ് വാൽവർഡെ ഇവർ 4 പേരും കീ ആണ്. കൂടാതെ അപ്പുറത്ത് സിറ്റിയുടെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിയിൽ എർലിംഗ് ഹാലൻഡ് നമുക്കറിയാം ലാസ്റ്റ് ഗെയിമിൽ എർലിംഗ് ഹാലൻഡ് കിട്ടിയ കുറച്ച് ട്രോളുകളും കുറച്ച് വിമർശനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ എർലിംഗ് ഹാലൻഡ് ഗെയിമിൽ ഇപ്പോൾ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ആക്കി നിർത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുള്ള അനാലിസിസുകളും വരുന്നുണ്ട്. കൂടാതെ ബെർണാഡോ സിൽവ, ജാക്ക് ഗ്രിലിഷ് കീ ആണ് ബ്രോ. ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് ഈ മത്സരത്തിൽ ഗോൾ കാണും. ആൻഡ് ഇന്നത്തെ മാച്ചിൽ ഐ തിങ്ക് ജാക്ക് ഗ്രിലിഷ് ഒരു ഗോൾ അടിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പുറത്ത് റയലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ജാക്ക് ഗ്രിലിഷ് ഒരു ഗോൾ അടിക്കുന്നു. അപ്പുറത്ത് റയൽ മാഡ്രിഡിൽ എന്തോ ഇന്ന് മിക്കവാറും ഒരു ഗോൾ വിനി ജൂനിയറിൻ്റെ വകയുണ്ടെന്ന് തോന്നുന്നു. സോ ഗ്രീലിഷും വിനി ജൂനിയർ ഇന്നോരോ ഗോൾ അടിക്കുമെന്നൊരു പ്രതീക്ഷ. ഇന്നൊരു സ്കോറിംഗ് ഗെയിം ആയിരിക്കും. ഒരു 1-1 ഒന്നും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഏതർ 2-2 3-3 അല്ലെങ്കിൽ ഒരു 3-4 അങ്ങനെ ഒരു ലെവലിലോ സ്കോറിംഗ് ഗെയിം ആയിരിക്കും. ഐ തിങ്ക് ഒരു 1 or 2 ഗോൾ അഡ്വാൻറ്റേജിലായിരിക്കും ഇന്നത്തെ ജയിക്കുന്ന ടീം മേ ബി കയറുക. ഏത് ടീമാണെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. ഇന്നത്തെ മാച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. മേ ബി എത്തിഹാഡിലായതിൻ്റെ ഒരു ഫേവറേറ്റ് ആൻഡ് വേൾഡ്സ് ബെസ്റ്റ് ടീം എന്നെല്ലാവരും ഏതൊക്കെ കോമ്പറ്റീഷൻ സിറ്റി ഉണ്ടോ അതിലെല്ലാം സിറ്റി ഫേവറേറ്റ് ആണ്. മേ ബി ആ ഒരു അഡ്വാൻറ്റേജ് സിറ്റിക്കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രൂഷ്യലായിരിക്കും. ജാക്ക് ഗ്രീലിഷ് ഇന്ന് ക്രൂഷ്യലായ പെർഫോമൻസ് ആയിരിക്കും. എർലിംഗ് ഹാലൻഡിൻ്റെ വക ഇന്ന് ഇൻവോൾവ് ആയാൽ പറ്റും. കെവിൻ ഡിബ്രൂന കമ്മിങ് അലോങ് വിത്ത് ഫോഡൻ ആൻഡ് ബെർണാഡോ സിൽവ. എങ്ങനെ റയൽ മാഡ്രിഡ് അത് കൗണ്ടർ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. വാൽവേർഡയുടെ എനർജി ക്രൂഷ്യലായിരിക്കും. കമോവിങ്കയുടെ എനർജി ക്രൂഷ്യലായിരിക്കും. നമുക്കറിയാം കമോവിങ്ക ഇന്ന് കുറച്ച് നോക്കിയും കണ്ടും കളിക്കണം. കമോവിങ്കയൊക്കെ അഗ്രസീവായിട്ട് പോയി ടാക്കിൾസ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ചില സമയത്ത് ആളെ ലൈൻ വിട്ട് ഇപ്പോൾ ചൗമനിയുടെ അത്ര ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ കമോവിങ്ക ചൗമനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഡൗൺ ആണ്. ഐ തിങ്ക് കമോവിങ്ക കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാനായിട്ടും കുറച്ച് ഫോർവേഡിലോട്ടൊക്കെ റൺ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ്. സോ പക്ഷേ ഇന്നത്തെ മാച്ചിൽ കൺസേൺഡ് ആയിരിക്കണം. കാരണം കെവിൻ ഡിബ്രൂന, ഫോഡൻ, ബെർണാഡോ സിൽവ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസസ്, ഇപ്പോൾ എസ്പെഷ്യലി കെവിൻ ഡിബ്രൂന, ഫോഡൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പേസസ് മിഡ്ഫീൽഡ് സെൻട്രൽ ഏരിയാസിൽ കൊടുത്താൽ അത് പണിയാവും. ഐ തിങ്ക് കമോവിങ്ക ആളുടെ പൊസിഷനിൽ നിന്ന് ഹോൾഡ് ചെയ്യണം. വാൽവറിനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ലീഗ ഗെയിമിലൊക്കെ കണ്ടോ നല്ല ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്ത് വന്ന് ബ്രഹീം ഡിയാസിൻ്റെ ഒരു ലൂസ് ബോളൊക്കെ കവർ ചെയ്ത് കണ്ടായിരുന്നല്ലോ. അങ്ങ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പിച്ചിൽ നിന്ന് ലെഫ്റ്റിലോട്ടൊക്കെ വന്നത്. അങ്ങനത്തേക്ക് ഒരു എനർജി കൊടുത്തേ പറ്റും. അല്ലെങ്കിൽ ഇന്ന് റയൽ മാഡ്രിഡ് ടീമിൻ്റെ എനർജി ഡൗൺ ആണെങ്കിൽ ഒരു ചാൻസും ഇല്ല സിറ്റിക്ക് അഗെയിൻസ്റ്റ്. നമ്മളിപ്പോൾ ടാക്ടിക്കൽ ബാറ്റിൽ മറ്റുമെന്നെല്ലാം പറയും. പക്ഷേ ഇന്നത്തെ മാച്ചിൽ ഐ തിങ്ക് സിറ്റിയുടെ കാര്യത്തിൽ ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും. നമുക്ക് സിറ്റിയുടെ ഒരു മിനിമം ലെവൽ ഓഫ് പെർഫോമൻസ് ഉറപ്പാണ്. സോ റയൽ ഇന്നത്തെ മാച്ച് എന്തെങ്കിലും റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ടാക്ടിക്കലി സൗണ്ട് ആയിരിക്കണം, ചാൻസുകൾ കൺവേർട്ട് ചെയ്യണം. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് എനർജി. ഇന്നത്തെ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെയും ആസ് എ ടീമിൻ്റെയും എനർജി എങ്ങനെ ഇരിക്കും എന്നുള്ളതിരിക്കും. നല്ല എനർജൈസ്ഡ് ആയിട്ട് ഓടി നടന്ന് പ്രസ് ചെയ്യുന്ന വിത്തൗട്ട് ദ ബോൾ നല്ലപോലെ തന്നെ റയൽ ഓടേണ്ടി വരും. പൊസഷൻ എല്ലാം സിറ്റിയുടെ കയ്യിലാണ്. സിറ്റി ഇട്ട് ഓടിക്കും. വിത്തൗട്ട് ദ ബോൾ റയൽ മാഡ്രിഡ് ഓടിയേ പറ്റൂ. ബ്രഹീം ഡിയാസ് ഒക്കെ പോലത്തെ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് ക്രൂഷ്യലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൗമിനി ഇല്ലാത്തത് നല്ലൊരു ബ്ലോ ആണ്. ഞാൻ ഇപ്പോഴും പറയാണ്, ചൗമിനി ഈ മാച്ച് ഇല്ലാത്തത് റയലിന് നല്ല അടിയാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി ഈ മാച്ച് മേ ബി എക്സ്ട്രാ ടൈമിലോട്ട് പോകും. അവിടുന്ന് ഒരു വിന്നറിനെ കിട്ടും. ഷൂട്ട് ഔട്ടിലോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈമിലോട്ട് പോയി അവിടുന്ന് ഒരു വിന്നറിനെ കിട്ടുമെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈമിലോട്ട് ഈ ഗെയിം കടത്താനായിട്ട് റയലിന് പറ്റിയാൽ അതൊരു 50-50 മാച്ചായി മാറും. ഓട്ടോമാറ്റിക്കലി അതൊരു 50-50 മാച്ചായി മാറും. സോ എക്സ്ട്രാ ടൈമിലോട്ട് കടക്കുമെന്നൊരിത്. അവിടെ ആര് ജയിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ പറയുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഞാൻ താഴെ കയറി പറയുന്നില്ല. ഐ തിങ്ക് ക്രൂഷ്യൽ മാച്ചാണ് ഇന്നത്. സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ്. പ്രോബബ്ലി ദ മാച്ച് ഓഫ് ദ ടൈ അല്ലേ, ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മാച്ച്. എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ മാച്ചിലെ പ്രതീക്ഷകൾ എന്ന് പറയുക? ആൻഡ് ഡോൺ കാർലോ ഓവർതിങ്ക് ചെയ്യത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പുറത്ത് പെപ്പ് ഓവർതിങ്ക് ചെയ്യത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ റയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിറ്റി ബേസിക്കലി ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഇഫ് റയലിനെ കൗണ്ടർ ചെയ്യണമെന്നുള്ള കാര്യത്തിനാണ്. ഒന്ന് ഐ തിങ്ക് അക്കാഞ്ചി സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കളിക്കളേണ്ട, എസ്പെഷ്യലി വിനി സെൻട്രൽ ഏരിയാസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാളണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഐ തിങ്ക് പെപ്പ് ഗോർഡിയോള ഓഫ് ദ ബെഞ്ചിൽ നിന്ന് യൂലിയൻ അൽവാറസിന് ഇപ്പോൾ ഹാളണ്ട് ഗെയിമിൽ കംപ്ലീറ്റ്ലി ഓഫ് ആണെന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്ര പെട്ടെന്ന് പുള്ളി യൂലിയൻ അൽവാറസിനെ ഇറക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി വന്നേക്കാം. പക്ഷേ നമുക്കറിയാം ഹാളണ്ട് അവിടെ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ആവുന്നു, ഫോർഡനും KDBക്കും സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. സോ ദർ ഈസ് എ റീസൺ അല്ലേ പെപ്പ് എന്തുകൊണ്ട് ഹാളണ്ടിനെ ഫുൾ ടൈം ഈവൻ ദോ ഗെയിമിൽ ഇൻവോൾവ് ആവുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും പുള്ളി അവിടെ പിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സോ പുള്ളി ഡിഫൻഡേഴ്സിനെ എങ്ങനെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുന്നു എന്നുള്ളൊരു അനാലിസിസ് ഒക്കെ യൂട്യൂബിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കാണാം. സോ മേ ബി പെപ്പ് പുള്ളീനെ ഫുൾ ടൈം കളിപ്പിക്കുക. യൂലിയൻ അൽവാറസ് ഒക്കെ പോലത്തെ ലോക്കു ഒക്കെ പോലത്തെ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച്. പിന്നെ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം, കോവസിച്ചിനെ ഇന്ന് പുള്ളി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു കെവിൻ ഡി ബ്രൂനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ഹോമിലായതിനാൽ തന്നെ എസ്പെഷ്യലി. ആൻഡ് കോവസിച്ച്
മേ ബി ലീഡ് വരെ എടുക്കുകയാണെങ്കിൽ കോസിച്ച് ബെഞ്ചിൽ നിന്ന് വരാനുള്ള ചാൻസ് ഒട്ടും തള്ളിക്കളയേണ്ടതില്ല. ആൻഡ് റയൽ മാഡ്രിഡ് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുക. റയൽ മാഡ്രിഡ് ഫ്രണ്ട് ഫുട്ടിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആക്കണമെന്നല്ല, ബട്ട് ഫുൾ ഡിഫെൻസീവായിട്ട് ട്രാൻസിഷനിൽ നമുക്ക് ഹേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കാൻ പോയാൽ സിറ്റി പണി തരും. ഈ സിറ്റി ടീമിൻ്റെ അഗേൻസ്റ്റ് സിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുക, ലോ ബ്ലോക്ക് ഇട്ട് പാടാണ്. കാരണം അവർക്ക് ഔട്ട് സൈഡ് ദ ബോക്സ് ബാങ്കേഴ്സ് ഒക്കെ അടിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കോർട്ടോ അല്ല, നമ്മളിപ്പം ലുനിൻ്റെ കാര്യം എടുത്ത് പറയണം. ലുനിൻ അടിപൊളി ഗോൾ കീപ്പറാണ്, സൂപ്പറാണ് ഈ സീസണിൻ്റെ പെർഫോമൻസ്. പക്ഷേ ലുനിൻ കോർട്ടോ അല്ല, എസ്പെഷ്യലി ലോങ് റേഞ്ചേഴ്സും മറ്റുമൊക്കെ വരുമ്പോൾ ലുനിൻ കുറച്ച് വൾണറബിൾ ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ക്ലോസ് റേഞ്ചിലും മറ്റുമൊക്കെ ആണെന്ന് തോന്നുന്നു. ലോങ് റേഞ്ചസിൽ ആൾ ചില സമയത്ത് ഒരല്പം വൾണറബിലിറ്റി കാണാനായിട്ടുണ്ട്. എന്താവും എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഐ തിങ്ക് റയൽ മാഡ്രിഡ് ഇന്ന് കുറച്ച് എക്സ്ട്രാ അഗ്രസീവായിട്ട് തന്നെ കളിക്കണം. എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആവുന്നതല്ല, പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞ ലെഗിൽ കാണിച്ച പോലത്തെ മണ്ടത്തരം കാണിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് ഓഫ് ദ ബെഞ്ച് ഏറ്റവും അത് ക്രൂഷ്യൽ ആയിരിക്കും, പെർഫോമൻസ് ആയിരിക്കും. കഴിഞ്ഞ കുറേ മാച്ചസായിട്ട് ആൾ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഈവൻ ലാസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ടു. സോ ലൂക്ക മോഡ്രിച്ച് ഓഫ് ദ ബെഞ്ച് ക്രൂഷ്യൽ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ലെഗിലെ പോലെ സ്റ്റോൺസിനെയൊക്കെ കംഫർട്ടബിളായിട്ട് കയറ്റി വിടുക, ഹാഫ് സ്പേസസിനും മറ്റുമൊക്കെ റയലിന് കളിപ്പിച്ചുകൂടാ. സ്റ്റോൺസിനൊന്നും അത്രയും ഫ്രീഡം കംഫർട്ടബിലിറ്റി കൊടുത്തുകൂടാ. അങ്ങനെയൊക്കെ വല്ലതും സ്റ്റോൺസൊക്കെ ഗെയിമിൽ ഇൻവോൾവ് ആയാൽ റയലിൻ്റെ കയ്യിൽ നിന്ന് കളി പോയി. റയലിൽ ഇപ്പോൾ സ്റ്റോൺസൊക്കെ ലാസ്റ്റ് ലെഗിലെ പോലെയൊക്കെ മിഡ്ഫീൽഡിലോട്ട് കയറി ആ ഒരു ഹാഫ് സ്പേസസിലോടൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്, കംഫർട്ടായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് ആ റയലിൻ്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു ലാസ്റ്റ് ഗെയിമിൽ സ്റ്റോൺസിനൊക്കെ അത്രയും കംഫർട്ടബിൾ ആക്കിയത്. ഐ തിങ്ക് ഇന്ന് എത്തിഹാഡിലും കൂടെയാണ്. സോ അറ്റ്മോസ്ഫിയർ അവർ ഫയറി ആക്കുമെന്ന് കേൾക്കുന്നു. എത്തിഹാഡിലായതിനാൽ തന്നെ മേ ബി അത്രയും കംഫർട്ടൊക്കെ സിറ്റിക്ക് കൊടുത്താൽ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അവർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കും. ആൻഡ് സിറ്റി ഹാസ് പ്ലേയേഴ്സ് ദാറ്റ് ക്യാൻ ഹേർട്ട് റയൽ മാഡ്രിഡ്. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? പ്രോബ്ലി വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് മാച്ചസ് ടു കോൾ, ബട്ട് നമ്മൾ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഓൺ പേപ്പർ സ്ലൈറ്റ് ഫേവറേറ്റ് സിറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? മറ്റൊരു വീഡിയോ കാണാം. വരയ്ക്കും ബൈ.